ക്രൂശതിൽ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ.
മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ. യുഗായുഗം സ്വർഗവാസത്തിനായി മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്നിലെന്തു കണ്ടു നാഥാ. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 3-ാം വാക്യമാണ് ഇന്നത്തെ ചിന്താവിഷയം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഇതിൽ ആ ഒരൊറ്റ ചെറിയ വാക്യം മാത്രം, തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. സ്വച്ഛജടമാംസി തൈലം ഭരണി നിറയെ ഉണ്ടായിരുന്നു. അത് കർത്താവിൻ്റെ കാൽക്കൽ ഒഴിച്ചു. കർത്താവിൻ്റെ പാദത്തിങ്കൽ തൈലം പൂശി. അത് മുറിയിൽ മാത്രമല്ല, വീടിനകത്ത് മുഴുവൻ മാത്രമല്ല, എല്ലായിടത്തും ആ തൈലത്തിൻ്റെ സൗരഭ്യം നിറഞ്ഞു. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ആ വീട് ഒരു ചെറിയ വീടായിരുന്നു. ബേഥാനിയയിലൊരു ചെറിയ ഭവനം. യെരൂശലേമിന് അടുത്ത് തന്നെയുള്ള വീടാണ്. അത്ര ദൂരം, യെരൂശലേമിൽ നിന്ന് അത്ര ദൂരമില്ല. ബേഥാനിയയിലെ ആ വീട് ഒരു സമയത്ത് രോഗത്തിൻ്റെ ദുർഗന്ധമുള്ള വീടായിരുന്നു. കുഷ്ഠരോഗിയായ ഒരാളവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശീമോൻ എന്നാണ്. രോഗത്തിൻ്റെ ദുർഗന്ധമുള്ള ഒരു ഭവനം. ആ ഭവനം നിരാശയുടെ ദുർഗന്ധമുള്ളൊരു ഭവനമായിരുന്നു. നിരാശ. ആരും തിരിഞ്ഞു നോക്കില്ല. ആ വീട്ടിലേക്ക് ആരും നോക്കുക പോലും ചെയ്യില്ല. കാരണം കുഷ്ഠരോഗിയായ ശീമോൻ്റെ ഭവനം. ആർക്കും വിലയില്ല. സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഭവനം. നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒറ്റപ്പെടുത്തിയ ഭവനം. ആർക്കും ആ വീടിനെക്കുറിച്ചൊരു സഹതാപം ഉണ്ടായിരുന്നില്ല. നിരാശയുടെ ദുർഗന്ധം ഉണ്ടായിരുന്നു. ആ ഭവനത്തിൽ കരച്ചിലിൻ്റെ ദുർഗന്ധം ഉണ്ടായിരുന്നു. എന്നും കണ്ണീര്. ഈ ശിമോൻ്റെ മക്കൾ 3 പേരാണ്. 1 മാർത്ത, 2 മറിയ, 3 ലാസർ. ഒരു സഹോദരനും 2 സഹോദരിമാരും. ഈ 3 പേരുടെയും മുഖം മ്ലാനമായിരുന്നു. സമൂഹത്തിൽ ചെല്ലുമ്പോൾ ആരും അവരെ കൈക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. കുഷ്ഠരോഗമെന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ പോലല്ല. അന്ന് ഒരു വലിയൊരു മാരകമായ കാര്യമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. കുഷ്ഠരോഗം ഇന്നും അങ്ങനെ തന്നെ. പക്ഷേ എങ്കിലും ഇന്ന് അതിന് ചികിത്സയെല്ലാം ഉണ്ടല്ലോ. അന്നങ്ങനെയല്ല. കുഷ്ഠരോഗം ഒരാൾക്ക് വരിക എന്ന് പറഞ്ഞാൽ അയാളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. പിന്നെ ആളുകൾ കൂടുന്നിടത്ത് ചെല്ലാൻ പാടില്ല. ആരെങ്കിലും ആളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ ഇയാൾ ഓടി മാറിയിട്ട് അശുദ്ധൻ അശുദ്ധൻ തന്നെത്താൻ പറയണം. അശുദ്ധൻ അശുദ്ധൻ എന്ന് പറയണം. പുറമേ നടന്ന് ഒരു പൊതുസ്ഥലത്ത് പോകാനുള്ള യാതൊരു വിധത്തിൽ അവർക്ക് അവകാശമില്ല. ഒരു ഏകാന്തതയ്ക്ക് വിധിക്കപ്പെട്ടവരാണ് കുഷ്ഠരോഗികൾ. ഈ ഭവനം അങ്ങനെയായിരുന്നു. ആർക്കും വിലയില്ലാത്ത ഭവനം. ആർക്കും ഒരു താല്പര്യമില്ലാത്ത ഭവനം. ആർക്കും സ്നേഹമില്ലാത്ത ഭവനം. കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്. അനേകരങ്ങനെയാണ്. ഇന്ന് നമ്മുടെ പലരുടെയും വീടുകൾ കുഷ്ഠരോഗമില്ല, പക്ഷേ നിരാശയുടെ ദുർഗന്ധമുണ്ട്, ദുഃഖത്തിൻ്റെ ദുർഗന്ധമുണ്ട്, യാതനയുടെയും വേദനയുടെയും ദുർഗന്ധമുണ്ട്, കരച്ചിലിൻ്റെ ദുർഗന്ധമുണ്ട്. മദ്യപിച്ച് സുബോധമില്ലാതെ വരുന്ന ഭർത്താവിൻ്റെ അടിയേറ്റ് പൊളയുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ ആ കണ്ണീരിൻ്റെ ദുർഗന്ധമുണ്ട്. മക്കൾ സുബോധമില്ലാത്തവരെ പോലെ മദ്യപിച്ചും കഞ്ചാവടിച്ചും മയക്കുമരുന്ന് കുത്തിവെച്ചും ജീവിതം താറുമാറാക്കുന്ന കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. കോപത്തിൻ്റെ അട്ടഹാസങ്ങളും ഗർജനങ്ങളുമായിരിക്കും. ആ വീട് ദുർഗന്ധമാണ്. കോപത്തിൻ്റെ ദുർഗന്ധം. അവിടെ വാശിയുടെയും വഴക്കിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ദുർഗന്ധം. പരസ്പരം പോരാട്ടം. ഭാര്യയും ഭർത്താവും തമ്മിൽ പലപ്പോഴും യുദ്ധമാണ്.
ശരീരത്തിലേക്ക് ഏൽപ്പിച്ചുള്ള അടിയോ പിടിയോ ഒന്നും ഇല്ലെങ്കിൽ പോലും പലപ്പോഴും വാക്കുതർക്കങ്ങൾ, തർക്ക വിതർക്കങ്ങൾ എന്ന് പറയും, തർക്ക വിതർക്കങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ച് വാഗ്വാദമാണ്. എന്തിനു വേണ്ടി വാഗ്വാദം ചെയ്യുന്നത് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. പരസ്പരമുള്ള ഐക്യമില്ല, പരസ്പരമുള്ള സ്നേഹമില്ല. ഇങ്ങനെ ദുർഗന്ധം വ്യാപിച്ചിരിക്കുന്ന വീടുകൾ ധാരാളമുണ്ട്. ഒരുപക്ഷേ നിങ്ങളിൽ പലരുടെയും വീടുകൾ പുറമേയുള്ള ദുർഗന്ധമൊന്നും ഇല്ലെങ്കിലും ആന്തരികമായ ദുർഗന്ധമുള്ളതാണ്. ആർക്കും വേണ്ടാത്ത ഒരനുഭവം. ആർക്ക് വേണം എന്നെക്കുറിച്ച് ആർക്കാണ് ഇത്ര കരുതലുള്ളത്? ആരും എന്നെ കരുതുന്നില്ലല്ലോ. ഞാനങ്ങ് പുറന്തള്ളപ്പെട്ട് പോയില്ലേ, ഞാൻ വിലയില്ലാത്തനായി പോയില്ലേ, എനിക്ക് ജോലിയില്ല, എനിക്ക് വരുമാനമില്ല, എനിക്ക് കടമാണ്, എൻ്റെ കടം തീർക്കാൻ പോംവഴിയില്ല, ജപ്തി നോട്ടീസ് ആയിക്കഴിഞ്ഞിരിക്കുന്നു. എന്തു ചെയ്യും? നിരാശയുടെയും ദുഃഖത്തിൻ്റെയും യാതനയുടെയും ദുർഗന്ധമുള്ള അനേകം ഭവനങ്ങൾ, പരസ്പര സ്നേഹമില്ലാത്ത ഭവനങ്ങൾ, വീട്ടിലുള്ളവർ തമ്മിൽ ഐക്യമില്ല, ഒരു മനസ്സില്ല, സന്തോഷമില്ല, അങ്ങനെ ദുർഗന്ധം വ്യാപിച്ചിരിക്കുന്ന കുടുംബങ്ങൾ. എന്നാൽ ആ ദുർഗന്ധം വ്യാപിച്ച് ഏതാണ്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ആ കുടുംബം, പെട്ടെന്നാണ് ആ കുടുംബത്തിൽ അത്ഭുതം നടന്നത്. ആ വീട്ടിൽ കർത്താവായ യേശു കടന്നു ചെന്നു. എന്തൊരത്ഭുതം! ആർക്കും വേണ്ടാത്തവരുടെ അടുക്കലേക്ക് വരുന്നതിനാണ് കർത്താവായ യേശു ക്രിസ്തു. ആരും സമീപിക്കാത്തവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. ആരും മാനിക്കാത്തവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. വിലകെട്ടവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. ബലഹീനരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. രോഗികളുടെ അടുക്കലേക്ക് വരുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. എനിക്ക് ആരുമില്ലോ എന്ന് പറഞ്ഞ് കരയുന്നവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. എനിക്ക് ആരുമില്ലോ എന്ന് പറഞ്ഞ് കരയുന്നു. ഒരിക്കൽ ബേഥസ്ദാ കുളക്കരയിൽ ഒരു രോഗി കിടപ്പുണ്ടായിരുന്നു, 38 കൊല്ലം. ഏറിയ കാലമായി എന്നോട് കിടക്കുകയാണ്, 38 കൊല്ലം. വെള്ളം കലങ്ങുമ്പോൾ കുളത്തിൽ ആദ്യം ഇറങ്ങിയാൽ രോഗം സൗഖ്യമാകുമെന്നറിയാം. പക്ഷേ വെള്ളം കലങ്ങുമ്പോൾ അവനെ ആ കുളത്തിലാക്കാൻ അവനെ ആരുമില്ല. കർത്താവ് അങ്ങോട്ട് കടന്നു ചെന്നു. കർത്താവ് ചെന്ന് ബേഥസ്ദാ കുളക്കരയിലേക്ക് ചെന്നിട്ട് കർത്താവ് അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് ആഗ്രഹമുണ്ടോ സൗഖ്യമാകണമെന്ന്? 38 കൊല്ലം തളർന്നു കിടന്ന മനുഷ്യന് എന്ത് ആഗ്രഹിക്കാനാണ്? പ്രതീക്ഷയില്ല. പക്ഷേ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ആരുമില്ല, എന്നെ വെള്ളം കലങ്ങുമ്പോൾ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെയുള്ള അനേകം ആളുകളുണ്ട് ഇന്ന്. എനിക്ക് ആരുമില്ല. അപ്പനുണ്ട്, പക്ഷേ അപ്പൻ എന്നെക്കുറിച്ച് കരുതലില്ല. അമ്മയുണ്ട്, അമ്മയ്ക്ക് എന്നെക്കുറിച്ച് വാത്സല്യമില്ല. ഭാര്യയുണ്ട്, പക്ഷേ ഭാര്യയ്ക്ക് എന്നെ ഒരു കരുതലില്ല, ഒരു സ്നേഹമില്ല. ഭർത്താവുണ്ട്, അദ്ദേഹത്തിന് എൻ്റെ കാര്യം ചിന്തിക്കാനേ നേരമില്ല. അദ്ദേഹത്തിന് മദ്യമോ അല്ലെങ്കിൽ വേണ്ടാത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചിന്ത. ഞാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, എനിക്കാരുമില്ല. എനിക്കാരുമില്ല എന്ന് പറയുന്ന മനുഷ്യരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന ക്രിസ്തു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അതിൻ്റെ അർത്ഥം നിനക്ക് ഞാനുണ്ട്. നിനക്ക് ആരുമില്ലെന്നല്ലേ നീ പറഞ്ഞത്? നിനക്ക് ഞാനുണ്ട്. നീ വശംകെട്ടല്ലേ ഇരിക്കുന്നത്? നിനക്ക് ഞാനുണ്ട്. നീ ആകുലപ്പെട്ടല്ലേ ഇരിക്കുന്നത്? നിനക്ക് ഞാനുണ്ട്. നീ വിഷാദ വിവശനായിട്ടല്ലേ ഇരിക്കുന്നത്? നിനക്ക് ഞാനുണ്ട്. എനിക്ക് ആരുമില്ല എന്ന് പറയുന്നവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന യേശു. പ്രിയപ്പെട്ടവരെ, ഞാനങ്ങനെയായിരുന്നു. എനിക്ക് ആരുമില്ല എന്ന ചിന്തയായിരുന്നു എനിക്ക്. ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ച കാര്യം നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാമായിരിക്കും. ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചു. എനിക്ക് 1 വയസ്സുള്ളപ്പോൾ. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ എൻ്റെ ചേട്ടനും മരിച്ചു. മരണത്തിൻ്റെ ദുർഗന്ധമുള്ള വീടായിരുന്നു. മരണത്തിൻ്റെ ദുർഗന്ധം. 5 മരണം നടന്നിരുന്നു. അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ അതെല്ലാം പറയുമ്പോൾ എങ്ങനെ കരയും. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മ പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ മരിച്ചു പോയിരുന്നു. 5 മരണം. എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് തന്നെ ഞാൻ ഏകാഗിയായി, ഒറ്റയ്ക്കായിപ്പോയി. എനിക്ക് ആരുമില്ല. ഞാൻ വളരെ നിരാശപ്പെട്ടിരുന്നു, വളരെ വളരെ നിരാശപ്പെട്ടിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ കരയും, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കരയും, പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ കരയും, പള്ളിയിൽ പോകുമ്പോൾ കരയും, സിമിത്തേരി ചെല്ലുമ്പോൾ കരയും. ഇങ്ങനെ കരച്ചിലായിരുന്നു ഞങ്ങളുടെ വീട്. കരച്ചിലെ ദുർഗന്ധം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ അനാഥനായിപ്പോയല്ലോ എന്ന്. ഞാൻ അനാഥനായിപ്പോയല്ലോ. എപ്പോഴോ ഒരു ദിവസം ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ, യോഹന്നാന് സുവിശേഷം 14-ാം അധ്യായം വായിച്ചപ്പോൾ ഒരു വാക്യം കണ്ടു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന്. എനിക്കൊരു ആശ്വാസം കിട്ടി. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യേശുദമ്പുരാൻ പറഞ്ഞതാണ്. ആ വാക്ക് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു. പക്ഷേ പിന്നെയും ഈ നിരാശാകരമായ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ പൊന്തി വന്ന് ഞാനങ്ങനെ ഏറ്റവും കൂടുതൽ അടിയിലേക്ക് നിരാശയുടെ അടിത്തട്ടിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിത്തം മുടങ്ങിയതോടുകൂടി നിരാശ അതിൻ്റെ മൂർധന്യത്തിലെത്തി. ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം തീർന്നു, എല്ലാം തീർന്നു. ഭാവിയെക്കുറിച്ചുള്ളതായ ആഗ്രഹങ്ങളെല്ലാം തീർന്നു. ജീവിതം ഇനിയൊരു കൃഷിക്കാരനായി അവരൊരു കാളയുണ്ട്, അവരൊരു കാളയുമായി പാടത്തേക്ക് പോവുക, പണിക്കാരുണ്ട്, അവരുടെ കൂടെ ജോലി ചെയ്യുക. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് അനാഥനെ പോലെ ഏങ്ങലടിച്ചുകൊണ്ടിരുന്ന എനിക്ക്, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ പെങ്ങൾക്ക്, ഞങ്ങൾ 3 പേരാണുള്ളത്, ഞങ്ങൾക്ക് 3 പേർക്കും യേശുക്രിസ്തു നാഥനായി വന്നതോടുകൂടി ഞങ്ങളുടെ ജീവിതം പുഷ്പിക്കാൻ തുടങ്ങി, ജീവിതം തളിർക്കാൻ തുടങ്ങി, ജീവിതം സമാധാനമുള്ളതായി തീരാൻ തുടങ്ങി. അതിനെ തുടർന്നാണ് പിന്നെ പഠിത്തമെല്ലാം മുന്നോട്ട് പോയത്, പഠിത്തവും ജോലിയും എല്ലാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടി. യേശുക്രിസ്തുവിനെ എൻ്റെ ഹൃദയം തുറന്നു കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചു. ഞാൻ അറിഞ്ഞില്ല യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നുണ്ടെന്ന്. കാരണം ഞാൻ പ്രാർത്ഥനയുണ്ട്, വേറെ വേണ്ടാതിനൊന്നും പോകുന്നില്ല. പുറമെ പാവം എന്ന് പറയുന്ന പാവത്തിനൊന്നും പോയിട്ടില്ല, വേണ്ടാതിനൊന്നുമില്ല, ചീത്ത കൂട്ടുകെട്ടില്ല. രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കും. അതോ രാവിലത്തെ പ്രാർത്ഥന വളരെ നേരം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയാണ്. പാതിരാത്രിയുടെ നമസ്കാരം മുതൽ പ്രഭാത നമസ്കാരവും 7യുടെ നമസ്കാരവും, അങ്ങനെ 3 നമസ്കാരങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അതെല്ലാം കുമ്പിട്ട് പ്രാർത്ഥിക്കുക. അമ്മയ്ക്ക് അതെല്ലാം നിഷ്ഠയായിരുന്നു. വേദപുസ്തകം വായിക്കും, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ യേശുവിൻ്റെ അകത്തില്ല എന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ ഒരു ആവശ്യക്കാരനായിരുന്നില്ല, പക്ഷേ യേശു ആവശ്യക്കാരനായിരുന്നു. സ്തോത്രം. എന്നെ പിടിച്ചെടുക്കണമെന്ന് കർത്താവിന് ആവശ്യമുണ്ടായിരുന്നു. ഇതിനെ അഴിച്ചുവിടുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവാൻ. യേശുവിന് എന്നെക്കുറിച്ച് ആവശ്യമുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ലത്. കർത്താവ് ഒരു ദിവസം ഞാൻ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ഹൃദയത്തിൻ്റെ പൂട്ട് തുറന്ന് കർത്താവ് അകത്തേക്ക് കയറി വന്നു. ഞാൻ വിളിച്ചില്ലായിരുന്നു. പക്ഷെ ഒന്നെനിക്കറിയാമായിരുന്നു, അന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് ആ വചനം പറഞ്ഞുകൊണ്ടിരുന്ന ആളുടെ മുഖത്തേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ പുറമേ ഭാവമൊന്നും ഇല്ല, പക്ഷേ അകത്ത് ചീഞ്ഞിരിക്കുകയാണ്, ദുർഗന്ധം വ്യാപിച്ചിരിക്കുകയാണ്. അകത്ത് ചീത്ത ചിന്തകൾ, ഏറ്റവും മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ, മലിനമായ മോഹങ്ങൾ, ദ്രവ്യാഗ്രഹം, അഹങ്കാരം, സ്വാർത്ഥത, മറ്റുള്ളവരെ ദുഷിക്കുന്ന സ്വഭാവം, അസൂയ, ഇങ്ങനെയുള്ളതായ അകത്തുള്ള പാവങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ അകം ചീഞ്ഞിരിക്കുന്നു, ദുർഗന്ധം വ്യാപിച്ചിരിക്കുന്നു. അവിടെയാണ് യേശു വന്ന് വാതിൽക്കൽ നിന്നുകൊണ്ട് ലാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞത്. ലാസറയെ പുറത്തു വരിക അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അതെൻ്റെ ചിത്രമാണ്, എനിക്ക് മനസ്സിലായി. കാരണം അന്ന് എൻ്റെ ജീവിതത്തിൽ പുറമേ ഭാവമൊന്നും ഇല്ലെങ്കിലും എനിക്കറിയാം അനേകം പേരോട് ഇഷ്ടക്കുറവുണ്ട്, മുഷിച്ചിലുണ്ട്, വൈരാഗ്യമുണ്ട്, പകയുണ്ട്, വിദ്വേഷമുണ്ട്. പ്രതികാരം ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട് പ്രതികാരം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പ്രതികാരം ചെയ്യാൻ കഴിയില്ലായിരുന്നു, ആരുമില്ലായിരുന്നല്ലോ അതുകൊണ്ട്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ എല്ലാ തിന്മകളും ഉണ്ടായിരുന്നു, വളരെ അഴുക്കായ ചിന്തകളുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു. 17ാമത്തെ വയസ്സിൽ അന്ന് ഈ ഹൃദയത്തിൻ്റെ പൂട്ട് തുറന്ന് കർത്താവകത്ത് വന്നു. സ്തോത്രം. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. നിങ്ങളുടെ നിരാശയുടെ ദുർഗന്ധമുള്ള നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, മരണത്തിന് ദുർഗന്ധമുള്ള നിങ്ങളുടെ വീട്ടിലേക്ക്, യാതനയുടെയും വേദനയുടെയും ദുർഗന്ധമുള്ള നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഭാവിയെക്കുറിച്ചുള്ളതായ പ്രതീക്ഷകളിൽ അറ്റുപോയി നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വന്ന് അവിടെ സുഗന്ധപൂരിതമാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവിടെ സുഗന്ധമുള്ളതാക്കി തീർക്കട്ടെ. സ്നേഹത്തിൻ്റെ സുഗന്ധം അവിടെ പരിലസിക്കട്ടെ. കാരുണ്യത്തിൻ്റെയും ദൈവത്തിൻ്റെയും ആർദ്രതയുടെയും സുഗന്ധം അവിടെ വളരട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്നുള്ളതായി അഴുക്കെല്ലാം മാറട്ടെ, അശുദ്ധിയെല്ലാം മാറട്ടെ. ചീഞ്ഞളിഞ്ഞ് കിടക്കുന്നതായ ഹൃദയത്തിലെ എല്ലാ മ്ലേച്ഛതകളും കൊണ്ട് മാറട്ടെ. പുറമേ ഒന്നും ഇല്ലെങ്കിലും അകത്ത് കിടക്കുന്ന മ്ലേച്ഛതകളെല്ലാം മാറുന്ന ആ മഹത്തായ അനുഭവം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ സുഗന്ധമുള്ളവരാകുവീൻ. അന്ന് ബേഥാന്യയിലെ ആ ലാസറിൻ്റെ ഭവനത്തിൽ അന്ന് കർത്താവ് യേശുക്രിസ്തു ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. യേശുക്രിസ്തുവിനോട് ചേർന്ന് ലാസർ ഇരിപ്പുണ്ട്. അടുത്ത് തന്നെ മാർത്ത ആഹാരം വിളമ്പുകയാണെന്ന് തോന്നുന്നു. മറിയുമുണ്ട്. പിന്നെ യഹൂദന്മാർ അനേകം പേര് വന്നിട്ടുണ്ട്. എല്ലാവരും അത്ഭുതം കൂറി നോക്കി നിൽക്കുകയാണ്. കാരണം 4 ദിവസം മുമ്പ് ശവം അടക്കിയതായിരുന്നു.
4 ദിവസം മുമ്പ് ഈ ലാസറിനെ ശവമടക്കാൻ കൊണ്ടുപോയി കല്ലറയിൽ വെച്ചതായിരുന്നു. നാറ്റം വെച്ച് തുടങ്ങിയിരുന്നു. ആ ലാസറാണ് ഇപ്പോൾ യേശുവിൻ്റെ കൂടെ പന്തിയിലിരിക്കുന്നത്. എല്ലാവരും അത്ഭുതം കൂടി നോക്കി നിൽക്കുകയാണ്. 4 ദിവസം പോയി ഈ ആളുകളെല്ലാം കണ്ടതാണ് മരിച്ച ലാസറിനെ എടുത്തുകൊണ്ട് പോകുന്നതും മുഖം റൂമാലുകൊണ്ട് മൂടി ആ സകലം തുണി കൊണ്ട് കെട്ടി അങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് വസ്ത്രം കെട്ടിവെച്ച് മുഖത്ത് റൂമാൽ കൊണ്ട് മൂടി ലാസറിനെ കല്ലറയിലേക്ക് വയ്ക്കുന്നത് അവരെല്ലാം കണ്ടവരാണ്. ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല, ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇത് സംഭവം 4 ദിവസം കഴിഞ്ഞപ്പോൾ, മരിച്ച് ശവക്കല്ലറയിൽ വെച്ച് 4 ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് ലാസർ ഇതാ യേശുവിൻ്റെ കൂടെ പന്തിയിലിരിക്കുന്നു. നാടാകെ ഭൂകമ്പം പോലെയായി. വലിയ ജനക്കൂട്ടം, ഭയങ്കരമായ ആൾക്കൂട്ടം വന്നു. ആരും കയറിയില്ലാത്ത വീട്ടിൽ ഇപ്പോൾ ആൾക്കൂട്ടം. കാരണം എന്താ? മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ആ വീട്ടിൽ യേശു വന്നു. സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് യേശു വന്നാൽ, നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് യേശു വന്നാൽ, പ്രതീക്ഷയേറ്റുപോയ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തു വന്നാൽ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറയും. നിങ്ങളുടെ ജീവിതം സുഗന്ധം കൊണ്ട് നിറയും. സുഗന്ധം കൊണ്ട് ഏറ്റവും സുരഭിലമായി തീരും, മനോഹരമായി തീരും. നിങ്ങളുടെ ജീവിതം ശോഭനമായി തീരും. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നാൽ നിങ്ങൾ ആനന്ദമുള്ളവരായിത്തീരും, സമാധാനമുള്ളവരായിത്തീരും. പുറമേ നോക്കിയാൽ പ്രത്യേകം സമാധാനത്തിൻ്റെ കാര്യമൊന്നും കാണുകയില്ല, എങ്കിലും അകത്ത് നിറഞ്ഞ സമാധാനമായിരിക്കും, നിറഞ്ഞ സമാധാനം. ദൈവത്തിന് സ്തോത്രം. ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ സമാധാനത്തിൻ്റെ അത്ഭുതകരമായ അനുഭവം കർത്താവ് ഭാഗ്യവശാൽ എനിക്ക് തന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കരച്ചിൽ മാറും, കുടുംബത്തിലെ പരസ്പരമുള്ള ഐക്യതക്കുറവുകൾ മാറും, പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നാഥനുണ്ടായെന്ന് എനിക്ക് ഉറപ്പാകും. ഉണ്ട്, എനിക്കൊരു കർത്താവുണ്ട്, എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്, ഞാൻ യേശുവിൻ്റെ വകയാണ്, ജീവിതം ഞാൻ യേശുവിന് കൊടുത്തിരിക്കുകയാണ്, മരിച്ചു കിടന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച യേശുവിന് വേണ്ടി ജീവിതം ഞാൻ വേർതിരിച്ചിരിക്കുകയാണ്. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്ക് വരും. മരിച്ചുപോയ എന്നെ, ആത്മാവിൽ മരിച്ചുപോയ എന്നെ, നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന എന്നെ, നരകത്തിൻ്റെ ഭീകരതയിലേക്ക്, നിത്യ അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്നെ തടഞ്ഞു നിർത്തി എനിക്ക് വെളിച്ചം തന്നതായ യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നതുകൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ മരണം നീങ്ങി എനിക്ക് ജീവൻ ലഭിച്ചിരിക്കുന്നു ഓർത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. സ്തുതി. ദൈവത്തിന് സ്തോത്രം. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസദാ, നിൻ ബലിയാലൻ കഷ്ടതമാച്ചൻ നോവൊഴിക്കണമേ. ഗോകുൽത്തായിൽ തന്മാർവു തുറന്നോരുത്തമനേ, ദാഹം നീക്കി ഒഴുകിയ നീരാൽ ചോരയതാലും നിർദാഹം മാറ്റണമേ എന്നൊരു തിരക്തത്താൽ. തൻ്റെ ബലിയാൽ പാപികളെ രക്ഷിച്ച ദൈവസ്വത, നിൻ്റെ ബലിയാൽ എൻ്റെ കഷ്ടതകളെല്ലാം മായ്ച്ചു കളയണമേ, എൻ്റെ കഷ്ടതകൾ മായ്ക്കണമേ, എൻ്റെ നോവ്, എൻ്റെ വേദന ഒഴിവാക്കി തരണമേ, നോവ് ഒഴിക്കണമേ. ഗോകുൽത്തായിൽ തിരുമാറു തുറന്ന ഉത്തമനായ മിശിഹാതമ്പുരാനെ, നിൻ്റെ തിരുവിലാലിനൊഴിയ ചോരയാലും നീരിനാലും എൻ്റെ അന്തർദാഹം മാറ്റണമേ, എൻ്റെ കേടുകളും കെടുതികളും മാറ്റണമേ, എൻ്റെ ആകുലങ്ങളും ഭയങ്ങളും ഭീതികളും മാറ്റണമേ, എൻ്റെ ഹൃദയത്തിലെ നിരാശ മാറ്റണമേ. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ച ദൈവസ്വത, നിൻ ബലിയാൽ എൻ്റെ കഷ്ടത മാച്ച് എൻ്റെ നോവ്, എൻ്റെ വേദന ഒഴിവാക്കി തരണമേ. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻ ബലിയാലൻ കഷ്ടതമാച്ചൻ നോവൊഴിക്കണമേ. ഗോകുൽത്തായിൽ തന്മാർവു തുറന്നോരുത്തമനേ, ദാഹം നീക്കി ഒഴുകിയ നീരാൽ ചോരയതാലും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തലകളെ വിളക്കാം, കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സമർപ്പിക്കാം, ജീവിതം കർത്താവിന് കൊടുക്കാം. ഭയപ്പെടേണ്ട, സംശയിക്കേണ്ട, കൊടുക്കാൻ സംശയിക്കേണ്ട. ഈ നിസ്സാരമായ ജീവിതം, ക്ഷണഭങ്കുരമായ ജീവിതം, നിമിഷ നേരത്തേക്ക് മാത്രം കാണുന്ന ഈ ജീവിതം, ഇന്ന് കാണുന്ന നാളെ വാടിപ്പോകുന്നതായി പൂവുള്ളതായ ജീവിതം, ഈ നിസ്സാരമായ ജീവിതം ഇന്ന് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് കൈമാറുമോ? യേശുവിനായിട്ട് നിങ്ങളുടെ ജീവിതങ്ങൾ പരിമേൽപ്പിക്കുമോ? യേശു ഇതാവിടെ അരികത്ത് നിൽക്കുന്നു. നിങ്ങൾ ഓരോരുത്തരോട് യേശു സംസാരിക്കുന്നു. യേശു നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളുടെ ഓമനപ്പേർച്ചിൽ വിളിക്കുന്നു. നിങ്ങളുടെ പേര് യേശുവിനറിയാം, നിങ്ങളുടെ വീട് യേശുവിനറിയാം, നിങ്ങളുടെ സ്ഥലം യേശുവിനറിയാം. യേശു എല്ലാം അറിയുന്നവനാണ്. നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങൾ വിളിക്കുന്നു. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് യേശു വിളിക്കുന്നു.
നിങ്ങളിപ്പോൾ നിങ്ങൾ തന്നെ യേശുവിന് കൊടുക്കുവീൻ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുവീൻ, യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനോട് വാക്ക് പറയുവീൻ, യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. അങ്ങനെ പ്രാർത്ഥിച്ചവരെ അങ്ങനെ തീരുമാനമെടുത്തവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്താമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവനുള്ള ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ മഹത്വമേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മക്കളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഭാവി ജീവിതം ശോഭനമായി നെയ്പ്പന്തക്കണം കർത്താവേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച ഈ മക്കളെ അവിടെ നിന്ന് ഇപ്പോൾ അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ. അവിടുത്തെ രണ്ടാമത്തവർ വേണ്ടി ഒരുക്കണമേ, തിരക്തത്താൽ കഴുകി ഒഴിപ്പാക്കണമേ. ഇതുവരെ ഒന്നുപോയ സകല പാവങ്ങൾ ക്ഷമിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാവങ്ങൾക്ക് ശുദ്ധീകരിക്കുന്നുള്ളതായ ശക്തമായി ഉറപ്പ് ഈ മക്കൾക്ക് നൽകണമേ. എല്ലാവരും അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.